വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം. രാജാവ് തന്റെ മാളികയിൽ വസിക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകി. അപ്പോൾ പ്രവാചകനായ നാഥാനോട് രാജാവ് പറഞ്ഞു, നോക്കിയാലും ഞാൻ ദേവദാരു മാളികയിൽ വസിക്കുന്നു. ദൈവത്തിന്റെ പേടകമാകട്ടെ കൂടാരവിരിപ്പിനുള്ളിൽ ഇരിക്കുന്നു. നാഥാൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടി ഉള്ളതിനാൽ പോയി നിന്റെ മനസ്സിലുള്ളതെല്ലാം ചെയ്യുക. എന്നാൽ അന്ന് രാത്രിയായപ്പോൾ നാഥാനോട് കർത്താവിന്റെ വചനം ഇപ്രകാരമുണ്ടായി, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നീയാണോ എനിക്കായി വസിക്കാൻ ഒരാലയം പണിയാൻ പോകുന്നത്? ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് സമുദ്ധരിച്ച ദിവസം മുതൽ ഇന്നുവരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടേയില്ല. പ്രത്യുത കൂടാരാലയത്തിൽ ഞാൻ സഞ്ചരിക്കുകയായിരുന്നു. സകല ഇസ്രായേലിയർക്കുമിടയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന എവിടെയെങ്കിലും എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കാൻ ഞാൻ കൽപ്പിച്ച ഇസ്രായേൽ ഗോത്ര നേതാക്കളിൽ ഒരാളോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുവിൻ്റെ ഒരു ആലയം പണിയാത്തതെന്ത് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ ദാസനായ ദാവീദിനോട് നീ ഇങ്ങനെ പറയണം, സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിനുമേൽ നായകനാകാൻ മേച്ചിൽ സ്ഥലത്ത് നിന്ന് അജഗണത്തിന്റെ പിന്നിൽ നിന്ന് നിന്നെ ഞാൻ എടുത്തു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു. നിന്റെ ശത്രുക്കളെയെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിച്ഛേദിച്ചു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഞാൻ നിനക്കായി ഒരു മഹാനാമം ഉളവാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനായി ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും. അവനെ ഞാൻ നട്ടുപിടിപ്പിക്കും. അങ്ങനെ അവൻ ആ സ്ഥാനത്ത് പാർക്കും. അവൻ ഇനിയും ഭയവിഹ്വലനാവുകയില്ല. മുമ്പെന്നതുപോലെ അക്രമികൾ അവനെ ആവർത്തിച്ച് പീഡിപ്പിക്കുകയില്ല. അതായത് എൻ്റെ ജനമായ ഇസ്രായേലിനുമേൽ ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചു നൽകിയ ദിവസം മുതൽക്കെന്നതുപോലെ നിന്റെ സകല ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ സ്വസ്ഥത നൽകും. കൂടാതെ കർത്താവ് നിന്നോട് അറിയിക്കുന്നു, തീർച്ചയായും നിനക്കായി ഒരു ഭവനം കർത്താവ് നിർമ്മിക്കും. ആയുസ് തികയുമ്പോൾ നീ പൂർവികരോടൊപ്പം ശയിക്കും. നിനക്ക് ശേഷം നിന്റെ ഔരസഗാമിയായ സന്തതിയെ ഞാൻ ഉയർത്തുകയും അവന്റെ രാജ്യം സുസ്ഥിരമാക്കുകയും ചെയ്യും. അവനായിരിക്കും എൻ്റെ നാമത്തിന് ഒരാലയം പണിയുന്നത്. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവായിരിക്കും, അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ ആളുകളുടെ വടിയും മനുഷ്യമക്കളുടെ അടിയും കൊണ്ട് ഞാൻ അവനെ ശാസിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കം ചെയ്ത സൗളിൽ നിന്ന് പിൻവലിച്ചതുപോലെ എൻ്റെ കരുണ ഞാൻ അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യവും എൻ്റെ മുമ്പിൽ എന്നേക്കും വിശ്വസ്തമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ഇவ்விധം ഈ വാക്കുകളെല്ലാം പോലെയും ദർശനമെല്ലാം പോലെയും നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് ചെന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് ഉണർത്തിച്ചു, എൻ്റെ നാഥനായ കർത്താവേ, അങ്ങ് എന്നെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ആരാണ്? എൻ്റെ കുടുംബം ആരാണ്? എൻ്റെ നാഥനായ കർത്താവേ, ഇത് തന്നെയും അങ്ങേ ദൃഷ്ടികളിൽ എത്ര നിസ്സാരമാണ്. വിദൂര ഭാവിയെക്കുറിച്ച് അങ്ങയുടെ ദാസന്റെ കുടുംബത്തോട് അങ്ങ് സംസാരിച്ചിരിക്കുന്നു. എൻ്റെ നാഥനായ കർത്താവേ, ഇത് മനുഷ്യനുള്ള നിയമമായിരിക്കട്ടെ. അങ്ങയോട് സംസാരിക്കാൻ ദാവീദിന് എന്താണ് ഇനിയും കൂടുതലുള്ളത്? എൻ്റെ നാഥനായ കർത്താവേ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വചനത്തെ പ്രതിയും അങ്ങയുടെ തിരുവുള്ളമനുസരിച്ചും അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിനാണല്ലോ ഈ വൻകാര്യങ്ങൾ അത്രയും അങ്ങ് നിർവഹിച്ചിരിക്കുന്നത്. അതിനാൽ എൻ്റെ നാഥനായ കർത്താവേ, അങ്ങ് വലിയവനാണ്. തീർച്ചയായും അങ്ങേപ്പോലെ ആരുമില്ല. ഞങ്ങൾ കാതുകൾ കൊണ്ട് കേട്ടിട്ടുള്ള എല്ലാറ്റിനും അങ്ങൊഴികെ ഒരു ദൈവമില്ല. ദേവന്മാർ വിഹരിക്കുന്ന ഭൂമിയിൽ തനിക്ക് ഒരു ജനമായി വീണ്ടെടുക്കാനും തനിക്കൊരു നാമം സ്ഥാപിക്കാനും അവർക്കായി അങ്ങയുടെ ദേശത്തിനായി അങ്ങയുടെ ജനത്തിന് മുമ്പിൽ വൻകാര്യങ്ങളും ഭീതത കൃത്യങ്ങളും അങ്ങയ്ക്ക് പ്രവർത്തിക്കാനുമായി അങ്ങയുടെ ജനത്തെ പോലെ, ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനത ഏതാണുള്ളത്? ജനതകളും സ്വന്തമായ ദൈവങ്ങളുമുള്ള ഈജിപ്തിൽ നിന്ന് അങ്ങേക്കായി അവരെ അങ്ങ് വീണ്ടെടുത്തുവല്ലോ.
അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ അങ്ങേക്കായി എന്നേക്കും അങ്ങേക്കൊരു ജനമായി അങ്ങ് സ്ഥാപിച്ചു. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ആകയാൽ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെ കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചും അങ്ങ് പ്രസ്താവിച്ചിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തണമേ. അങ്ങ് വചിച്ചതനുസരിച്ച് നിറവേറ്റണമേ. സൈന്യങ്ങളുടെ കർത്താവാണ് ഇസ്രായേലിനു മേൽ ദൈവം എന്ന് പറഞ്ഞ് അവൻ അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടുത്തട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ ഭവനം അങ്ങയുടെ മുമ്പിൽ സുസ്ഥിരമാകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവെ, നിനക്കായി ഞാനൊരു ഭവനം പണിയും എന്ന് അങ്ങയുടെ ദാസന്റെ ചെവിയിൽ ഓതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ പ്രാർത്ഥന അങ്ങേക്ക് സമർപ്പിക്കാൻ അങ്ങയുടെ ദാസൻ ധൈര്യം കണ്ടെത്തിയിരിക്കുന്നു. എന്റെ നാഥനായ കർത്താവെ, അങ്ങ് ദൈവമാണ്. അങ്ങയുടെ വചനങ്ങൾ സത്യമായി ഭവിക്കട്ടെ. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇപ്പോൾ അങ്ങ് തിരുവുള്ളമുണ്ടായി അങ്ങയുടെ മുമ്പിൽ എന്നേക്കുമായിരിക്കേണ്ടതിന് അടിയന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ നാഥനായ കർത്താവെ, അങ്ങ് അത് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണല്ലോ. അങ്ങയുടെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും ആശീർവദിക്കപ്പെടും. സാമുവേലിന്റെ 2-ാം പുസ്തകം 8-ാം അധ്യായം. തദനന്തരം ദാവീദ് ഫിലിസ്ത്യാക്കാരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ആസ്ഥാന നഗരിയുടെ നിയന്ത്രണം ഫിലിസ്ത്യകരത്തിൽ നിന്ന് ദാവീദ് പിടിച്ചെടുത്തു. അവൻ മോവാബുകാരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്നു. കൊല്ലാനായി 2 ചരടുകളും ജീവനോടെ വിടാനായി ഒരു മുഴുചരടും അവൻ അളന്നു. അങ്ങനെ മോവാബുകാർ ദാവീദിന് കപ്പം കൊടുക്കുന്ന ആശ്രിതരായി തീർന്നു. റഹോബിന്റെ മകനും സോബ രാജാവുമായ ഹദദേസർ നദിക്കരികിൽ തന്റെ അധികാരം വീണ്ടെടുക്കാൻ പോകവേ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ 1700 കുതിരക്കാരെയും 20,000 കാലാളുകളെയും ദാവീദ് അവനിൽ നിന്ന് പിടിച്ചെടുത്തു. ദാവീദ് രഥസേനയെയാകെ കുതിരരം വരിഞ്ഞ് മുടന്തുള്ളതാക്കി. അവയിൽ നിന്ന് 100 രഥങ്ങൾ അവശേഷിപ്പിച്ചു. സോബ രാജാവായ ഹദദേസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ ആരാംകാർ വന്നപ്പോൾ ആരാംകാരിൽ 25,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ആരാം ദമാസ്കസിൽ ദാവീദ് കാവൽപ്പടയെ നിയോഗിച്ചു. ആരാംകാർ ദാവീദിന് കപ്പം കൊടുക്കുന്ന ആശ്രിതരായി തീർന്നു. ദാവീദ് വ്യാപരിച്ചതിലെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ സേവകരുടെ പക്കലുണ്ടായിരുന്ന സ്വർണ്ണ പരിചകളെടുത്ത് ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസറിന്റെ പട്ടണങ്ങളായിരുന്ന ബേദായിൽ നിന്നും ബേറോദായിൽ നിന്നും ദാവീദ് രാജാവ് വളരെയധികം പിച്ചളയും എടുത്തു. ഹദദേസറിന്റെ സർവ്വ സൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടു. തോയിയുടെ യുദ്ധങ്ങളിൽ ഹദദേസർ എതിരാളിയായിരുന്നതിനാൽ തോയി തന്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് അവനോട് ക്ഷേമാന്വേഷണം നടത്താനും ഹദദേസറിനെതിരെ യുദ്ധം ചെയ്ത് അയാളെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനുമായി അയച്ചു. അവന്റെ കൈവശം വെള്ളിപ്പാത്രങ്ങളും സ്വർണ്ണ ഉരുപ്പിടികളും പിച്ചള സാമഗ്രികളും ഉണ്ടായിരുന്നു. അവയെയും ദാവീദ് രാജാവ് കർത്താവിന് പ്രതിഷ്ഠിച്ചത് താൻ കീഴടക്കിയ സകല ജനതകളിൽ നിന്ന് താൻ പ്രതിഷ്ഠിച്ചിരുന്ന സ്വർണത്തിനും വെള്ളിക്കുമൊപ്പമായിരുന്നു. അതായത് സിറിയാക്കാർ, മൊവാബുകാർ, അമ്മോന്യർ, ഫിലിസ്ത്യാക്കാർ, അമലേക്കുകാർ എന്നിവരിൽ നിന്നും റഹോബിന്റെ മകനും സോബ രാജാവുമായ ഹദദേസറിന്റെ കൊള്ളമുതലിൽ നിന്നും ഉള്ളവയ്ക്കൊപ്പം ഉപ്പുതാഴ്വരയിൽ വെച്ച് 18,000 ആരാംകാരെ കൊന്നൊടുക്കി മടങ്ങി വന്നതിലൂടെ ദാവീദ് പേരുണ്ടാക്കി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോം മുഴുവനിലുമാണ് അവൻ കാവൽപ്പടയെ നിയമിച്ചത്. അങ്ങനെ ഏദോമ്യർ ദാവീദിന് ആശ്രിതരായി. ദാവീദ് വ്യാപരിച്ചതിലെല്ലാം കർത്താവ് അവനെ സംരക്ഷിച്ചു. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തന്റെ ജനത്തിനു മുഴുവൻ അവൻ ന്യായവും നീതിയും നിർവഹിച്ചിരുന്നു. സൈന്യത്തിനു മേൽ അധികാരം സെരൂയായുടെ മകൻ യോവാബിനായിരുന്നു. അഹിലൂദന്റെ മകൻ യഹോശോവാഹത്ത് ഓർമ്മക്കുറിപ്പുകാരനുമായിരുന്നു. അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാഥറിന്റെ മകൻ അഹിമലേക്കും ആയിരുന്നു പുരോഹിതന്മാർ. സെരായ ആയിരുന്നു എഴുത്തുകാരൻ. യഹോയാദായുടെ മകൻ ബനായാഹു ഒരു ഉപദേഷ്ടാവായിരുന്നു. കറേത്തുകാരനും പെലേത്തുകാരനും ദാവീദിന്റെ പുത്രന്മാരും സജീവന്മാരുമായിരുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം
13 ദൈവത്തെ അറിയാതിരുന്ന മനുഷ്യരെല്ലാവരും സ്വതേ ഭോഷരായിരുന്നു. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടുത്തെ പ്രവൃത്തികളിൽ ശ്രദ്ധ പതിച്ചെങ്കിലും അവർ വിധാതാവിനെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, കാറ്റ്, കൊടുങ്കാറ്റ്, നക്ഷത്രവലയം, പെരുവെള്ളം, ആകാശ തേജസ്സുകൾ എന്നിവ ലോകത്തെ നയിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കല്പിച്ചെങ്കിൽ അവയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠമാണ് അവയുടെ അധിപതിയെന്ന് അവർ ഗ്രഹിക്കട്ടെ. എന്തെന്നാൽ സൗന്ദര്യത്തിന്റെ വിധാതാവാണ് അവയെ സൃഷ്ടിച്ചത്. അവയുടെ ശക്തിയെയും പ്രവർത്തനത്തെയും കുറിച്ച് മനുഷ്യർ വിസ്മയിച്ചെങ്കിൽ അവയെ മനഞ്ഞവൻ എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ. സൃഷ്ടികളുടെ വൈപുല്യ സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവ് സദൃശ്യനാകുന്നു. ഇതൊക്കെയാണെങ്കിലും അവരുടെ മേലുള്ള കുറ്റം ചെറുതാണ്. കാരണം ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവർക്ക് വഴിതെറ്റുന്നതാകാം. അവിടുത്തെ സൃഷ്ടികൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവർ അന്വേഷിക്കുന്നു. എന്നാൽ ദൃശ്യമായവ മനോഹരമാകയാൽ പുറം കാഴ്ചയാൽ അവർ വശീകരിക്കപ്പെടുന്നു. എന്നിരുന്നാലും അവർക്ക് ഇളവ് നൽകപ്പെടേണ്ടതില്ല. ലോകത്തെക്കുറിച്ച് ഇത്രയേറെ അറിയാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവയുടെ നാഥനെ അവർ എന്തുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്തിയില്ല? മനുഷ്യരുടെ കരവേലകൾ, സൂക്ഷ്മമായി നിർമ്മിച്ച സ്വർണം, വെള്ളി, മൃഗങ്ങളുടെ രൂപങ്ങൾ, പുരാതന കരവേലയായ നിരുപയോഗശില എന്നിവയെ ദേവന്മാരെന്ന് വിളിച്ച് നിർജീവമായ അവയിൽ തങ്ങളുടെ പ്രത്യാശ അർപ്പിച്ച അവർ നിർഭാഗ്യരാണ്. വിദഗ്ധനായ ഒരു മരപ്പണിക്കാരൻ പണിക്ക് എളുപ്പമുള്ള ഒരു മരം അറുത്ത് അതിന്റെ തൊലി മുഴുവൻ ശ്രദ്ധാപൂർവം നീക്കുകയും വിസ്മയകരമായ കരകൗശലത്തോടെ ജീവിതാവശ്യത്തിന് ഉപകാരപ്രദമായ പാത്രം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവൻ പണിക്കിടെ തള്ളിക്കളഞ്ഞ മരകഷ്ണങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനായി കത്തിച്ച് ഭക്ഷണം കഴിച്ച് സംതൃപ്തനാകുന്നു. നിരുപയോഗമായി തള്ളിക്കളഞ്ഞ വളഞ്ഞു പിരിഞ്ഞു വളർന്ന മുട്ടുകളുള്ള മരകഷ്ണമെടുത്ത് സൂക്ഷ്മതയോടെയും അനുഭവജ്ഞാനത്തോടെയും അവൻ തന്റെ വിശ്രമ സമയത്ത് കൊത്തുപണി ചെയ്ത് അതിനെ രൂപപ്പെടുത്തുന്നു. അതിന് അവൻ ഒരു മനുഷ്യഛായ നൽകുന്നു. അഥവാ ഏതെങ്കിലും ക്ഷുദ്രമൃഗത്തിന്റെ സാദൃശ്യമുണ്ടാക്കി അതിനെ ചായം പൂശി ചെമ്പിച്ച് അതിന്റെ പ്രതലത്തിന് നിറം നൽകുകയും അതിന്റെ എല്ലാ കുറവുകളും ചായം കൊണ്ട് മറയ്ക്കുകയും ചെയ്യുന്നു. അവൻ അതിന് ഉചിതമായ സ്ഥാനം കണ്ടെത്തുകയും അതിനെ ഭിത്തിയിൽ ആണികൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അത് വീണുപോകാതിരിക്കാൻ വേണ്ടി തന്നെ. സ്വയം സംരക്ഷിക്കാൻ അതിന് ശക്തിയില്ലെന്നും അതൊരു ഛായയാണെന്നും അതിന് സഹായം ആവശ്യമാണെന്നും അറിഞ്ഞുകൊണ്ട് അവൻ അതിനോട് പരിഗണന കാട്ടി. എങ്കിലും സമ്പത്തിനെയും തന്റെ വിവാഹത്തെയും മക്കളെയും കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിർജീവമായതിനെ വിളിച്ചപേക്ഷിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. ആരോഗ്യത്തിനു വേണ്ടി അവൻ ബലഹീനമായതിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. ജീവനു വേണ്ടി നിർജീവമെന്ന് കരുതുന്നതിനോടും സഹായത്തിനു വേണ്ടി ഒട്ടും അനുഭവജ്ഞാനമില്ലാത്തതിനോടും യാത്രയ്ക്ക് വേണ്ടി പാദം ഉപയോഗിക്കാനാവാത്തതിനോടും ധനസമ്പാദനം, വ്യാപാരം, സ്വകരങ്ങളുടെ വിജയം എന്നിവയ്ക്കുള്ള ശക്തിക്കായി കരങ്ങളിൽ തീർത്തും ശക്തിയില്ലാത്തതിനോട് അവൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകന് സ്വന്തം നാട്ടിൽ ബഹുമാനം ലഭിക്കുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ ചെന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു അവനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി
മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏതു സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളമാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം